ഒരുപാട് ചോദ്യങ്ങൾ വരികയുണ്ടായി. താങ്കൾ പല വീഡിയോസുകളിൽ പറയുന്നുണ്ടല്ലോ പണിയെടുക്കാതെ എങ്ങനെ ജീവിക്കാം എന്നുള്ളത്. അപ്പൊ പലരും വിചാരിക്കുന്നത് ട്രേഡിങ്ങോ ബിസിനസ്സോ നെഗോട്ടിക്സ് എന്താണ് ബ്രോയുടെ വരുമാന മാർഗം എന്നോട് ചോദിക്കട്ടെ. എനിക്ക് അങ്ങനെ വലിയ വരുമാന മാർഗങ്ങളൊന്നുമില്ല. എനിക്ക് അങ്ങനെ ട്രേഡിങ് ചെയ്യാനുള്ള കഴിവൊന്നുമില്ല. എനിക്ക് വലിയ അറിവോ കാര്യങ്ങളൊന്നുമില്ല. ഞാൻ വെറും +2. ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്റെ പണിയെടുക്കുന്ന സമയത്ത് മാക്സിമം പണം ഞാൻ സ്വരുക്കൂട്ടി എടുത്തു വെച്ചു. പല രീതിയിൽ പല സ്ഥലങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്തു. അത്രേ ഉള്ളൂ. അപ്പോൾ എടുത്തു വെക്കുകയാണ് ചെയ്യണത് പണം. അപ്പൊ എടുത്തു വെച്ച പണം നമ്മൾ എടുക്കുന്നു. ഉറുമ്പുകൾ അരിമണി എടുക്കുന്ന ആ ഒരു ചെറിയ ബുദ്ധി. അപ്പോൾ പണിയില്ലാതിരിക്കുന്ന സമയങ്ങളെല്ലാം ഞാൻ അങ്ങനെ ഹാൻഡിൽ ചെയ്തു. പിന്നെ ഒരു ചെറിയ വരുമാന മാർഗങ്ങൾ ഉണ്ടാക്കുന്ന തന്ത്രം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 40 വയസ്സോട് കൂടിയൊക്കെ വെറുതെ ഇരിക്കണം എന്നുള്ള ഒരു സ്ട്രാറ്റജി ഞാൻ പറയാൻ കാരണം പണിയെടുക്കാതെ എങ്ങനെ ജീവിക്കാം എന്നുള്ള അവസ്ഥ സൃഷ്ടിക്കുക എന്നുള്ളതാണ്. പക്ഷെ ഞാൻ പണിയെടുക്കും. നമുക്ക് തോന്നുമ്പോൾ നിർത്താം എന്ന് മാത്രം. തോന്നുന്ന സമയങ്ങളിൽ വെറുതെ ഇരിക്കാം എന്ന് മാത്രം. നമുക്കൊരു വയ്യായ വന്നു കഴിഞ്ഞാൽ പണിയെടുക്കാത്ത അവസ്ഥ അല്ലെങ്കിൽ പണിയെടുക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ ആ വയ്യായ മാറുന്നത് വരെ വെറുതെ ഇരിക്കാം എന്ന് പറഞ്ഞൊരവസ്ഥ. അപ്പൊ നമുക്കൊരു വരുമാനം വരുമ്പോൾ ഇതൊക്കെ ചെയ്യാൻ പറ്റും. നമ്മളൊരു പണിന്ന് പറഞ്ഞു വിട്ടു അടുത്ത പണി കണ്ടെത്താൻ ചിലപ്പോൾ ഒരു കൊല്ലം എടുത്തു എന്ന് വരാം. അപ്പൊ നമ്മുടെ മാസം ചെലവുകൾ, നമ്മുടെ അടവുകൾ, അപ്പൊ ഇതൊക്കെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാം. അപ്പൊ അതാണ് പണിയെടുക്കാതെ എങ്ങനെ ജീവിക്കാം എന്ന് പറഞ്ഞൊരു അവസ്ഥ സൃഷ്ടിച്ചിടുകയാണെങ്കിൽ ആ വരുന്ന എമൗണ്ട് ജനറേറ്റ് ചെയ്യുന്ന എമൗണ്ട് വെച്ചിട്ട് നമ്മുടെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും. നമുക്കൊരു മന്തിൽ ഒരു 10,000 to 20,000 രൂപ മന്ത്ലി ഓട്ടോമാറ്റിക്കലി ജനറേറ്റിംഗ് ആവുന്ന ഒരു അവസ്ഥ സൃഷ്ടിച്ചിട്ട് എന്നുള്ളതാണ്. ഒരു ഉറുമ്പ് അരിമണി എടുത്തു വെക്കുന്ന ലാഘവത്തോടു കൂടി ചെയ്യുന്ന ഒരു ബുദ്ധിപരമായ നീക്കം മാത്രമേ എനിക്കുള്ളൂ. അല്ലാതെ ഒരു ബ്രില്യൻസ് എന്നൊന്നും പറയാനില്ല. എന്റെ വീടിന്റെ മുകളിൽ ഒരു റൂമൊക്കെ പണിഞ്ഞ് വാടകയ്ക്ക് കൊടുക്കാം എന്നുള്ളൊരു പ്ലാൻ എനിക്കുണ്ട്. അതിന് എനിക്ക് 5,000-6,000 രൂപ ഉണ്ടാക്കാൻ സാധിക്കും. സെയിം ടൈം ലിക്വിഡ് ഫണ്ട് ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ചെറിയൊരു പ്രോഫിറ്റ് ഷെയറോ അല്ലെങ്കിൽ ഒരു ഇൻട്രസ്റ്റ് എന്നുള്ള രീതിയിൽ മന്ത്ലി എനിക്ക് പേ ഔട്ട് കിട്ടുന്നതായിരിക്കും. അപ്പൊ അങ്ങനത്തെ ചെറിയ പദ്ധതികളാണ് ഞാൻ ആവിഷ്കരിച്ചിട്ടുള്ളത്. അപ്പൊ അതിന്റെയൊക്കെ ചെറിയ ഭാഗികമായ ഭാഗങ്ങൾ ചെയ്തു വെച്ചിട്ടുള്ളതുകൊണ്ടാണ് ജോലിയിലൊക്കെ നാട്ടിൽ നിൽക്കാൻ പറ്റിയത്. പൂർണ്ണമായി എനിക്ക് നിൽക്കാൻ സാധിക്കുന്നത് 40 വയസ്സിലാവാം എന്ന് വിചാരിക്കുന്നു, ആരോഗ്യത്തോടെ ജീവനോടുണ്ടെങ്കിൽ. അപ്പോ ഞാനത് തെളിയിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് അറിയണമെങ്കിൽ കീപ് ഇൻ ടച്ച്. ഇപ്പൊ എനിക്ക് 33 വയസ്സാണ്. 7 കൊല്ലം കൊണ്ട് ഞാൻ എന്റെ ലക്ഷ്യപ്രാപ്തി നേടുമോ നമുക്ക് കണ്ടറിയാം. പണിയെടുക്കാതെ ജീവിക്കാന്ന് പറഞ്ഞാൽ എന്റെ പരിപാടി മനസ്സിലായല്ല. ആൾക്കാർക്ക് ഇപ്പൊ തന്നെ അങ്ങോട്ട് പണിയെടുക്കാതെ ജീവിക്കണം അങ്ങനെയല്ല സുഹൃത്തുക്കളെ. നന്നായിട്ട് പണിയെടുക്കണം. എല്ല് മുറിയെ പണിയെടുത്ത് പല്ല് മുറിയെ തിന്നുക. അപ്പൊ നന്നായിട്ട് പണിയെടുക്കുക. എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യുന്നുണ്ട്. പണിയെടുക്കുന്നതിനോടൊപ്പം ഒരു വ്യക്തി ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യുന്നുണ്ട്. ഒരു വ്യക്തി നേടേണ്ട എല്ലാ കാര്യങ്ങളും ഞാൻ നേടിയിട്ടുണ്ട്. ഇനിയും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു അവസരത്തിൽ സെയിം ടൈം നമുക്കൊരു ഫ്യൂച്ചറിൽ ഒരു ഇൻകം വരുന്നതിന് വേണ്ടി കുറെ പൈസ അങ്ങോട്ട് മാറ്റണം. ഇതൊക്കെ എങ്ങനെ ഒരു മനുഷ്യന് ചെയ്യാൻ പറ്റണം. അതാണ് ഞാൻ പറഞ്ഞ കഴിവ്. സ്കൂളിൽ പഠിപ്പിക്കാത്ത, കോളേജിൽ പഠിപ്പിക്കാത്ത കഴിവ്. വേറെ ഒന്നുമില്ല. അപ്പൊ നമ്മൾ എന്ത് നേടി, നമ്മൾ എന്ത് ചെയ്തു എന്നൊക്കെ ഉള്ളത് നമ്മുടെ ചാനൽ എടുത്ത് മറ്റുള്ള വീഡിയോസുകളൊക്കെ കണ്ടു നോക്കുക. പ്രചോദിതമാവുക. ഇത്രയും പറഞ്ഞ ഒരു വാക്കുകൾ സാധിക്കുന്നു. കീപ് ഇൻ ടച്ച്.